തിരുവനന്തപുരം. സണ്ണി ലിയോണിന്റെ നൃത്തപരിപാടിക്ക് വിലക്ക്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിൽ ജൂലൈ 5 നടക്കേണ്ട നൃത്തപരിപാടി VC തടഞ്ഞു. നൃത്തപരിപാടി നടത്തരുതെന്ന് VC രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരം ബാലരാമപുരത്ത് വാഹനോടമയെ കബളിപ്പിച്ച് കാറുമായി മുങ്ങിയ തമിഴ്നാട് സ്വദേശികൾ പിടിയിൽ. കന്യാകുമാരി സ്വദേശികളായ ഏഴിൽദാസ്, മെൽബിൻ എന്നിവരാണ് പിടിയിലായത്. സോഷ്യൽ മീഡിയയിൽ പരസ്യം കണ്ടെത്തിയവരായിരുന്നു കാറുമായി മുങ്ങിയത്. S2 മീഡിയ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്യാമംഗലത്ത് കഥയും സംവിധാനവും ചെയ്ത ചിത്രം കല്ലാമൂല ജൂലൈ മാസം റിലീസിനൊരുങ്ങുന്നു. പ്രശാന്ത് മോഹൻ സംഗീതം നൽകി വിനീത് ശ്രീനിവാസൻ ആലപിച്ച ചിത്രത്തിലെ ഗാനം റിലീസായി. സുഭാഷ് സുകുമാരൻ, അർപ്പിത രാജൻ, ജയൻ ചോറ്റാനിക്കര എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. കണ്ണൂർ കാഞ്ഞിരോട് പുറവൂരിൽ ഉപയോഗശൂന്യമായ ക്ഷേത്രക്കുളത്തിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ബംഗളൂരു സ്വദേശിനി EM മീറയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം പുറവൂരിലെ ബന്ധുവീട്ടിലെത്തിയ മീറയെ ഇന്ന് രാവിലെയാണ് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂരിൽ ഭക്ഷ്യവിഷബാധ. മുരിങ്ങൂരിലെ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാനെത്തിയ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലെ 70ഓളം നഴ്സിംഗ് പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. കോഴിക്കോട് മുക്കത്ത് കഞ്ചാവുമായി 2 ബംഗാൾ സ്വദേശികൾ അറസ്റ്റിൽ. അബ്ദുൾ സുക്കൂദ്ദീൻ, റഫീഖുൽ ഇസ്ലാം എന്നിവരാണ് പോലീസ് പിടിയിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ 4.5 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. കണ്ണൂർ തോട്ടട പോളിടെക്നിക്കിന് സമീപം നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്തു. തുടർന്ന് സ്കൂട്ടറിലിടിച്ചു മുന്നോട്ട് പോയ കാർ കടയുടെ ചുവരിലിടിച്ചാണ് നിന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലേക്ക് LDFന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയും ജലജീവൻ പദ്ധതി അട്ടിമറിക്കുന്നു എന്നാരോപിച്ചുമായിരുന്നു പ്രതിഷേധം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T വിശ്വനാഥൻ ധർണ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ വീണ്ടും വള്ളം മറിഞ്ഞ അപകടം. മത്സ്യബന്ധനത്തിനായി പോയ വള്ളം ശക്തമായ തിരയിൽപ്പെട്ടാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ പുതുക്കുറിച്ചി സ്വദേശി സുധീർ, കൊല്ലം കൊച്ചേഴിക്കൽ സ്വദേശി രാജുമോൻ എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ ചിറയിൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മലപ്പുറം കുറ്റിപ്പുറം ദേശീയപാതയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. വട്ടപ്പാറ സ്വദേശിനി ആലുങ്ങൽ സിറാജുന്നീസയാണ് മരിച്ചത്. സിറാജുന്നീസയും സുഹൃത്തും സഞ്ചരിച്ച സ്കൂട്ടർ മഴയിൽ തെന്നി നീങ്ങി KSRTC ബസ്സുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കൊല്ലം ചാത്തിനാംകുളത്തു നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രദേശത്ത് കേന്ദ്രീകരിച്ച് വ്യാപക വിൽപ്പന നടക്കുന്നതായി ലഭിച്ച പരാതിയിലാണ് നടപടി. കാസർഗോഡ് ബദിയടുക്കയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പോക്സോ കേസ് പ്രതി അറസ്റ്റിൽ. ബദിയടുക്ക സ്വദേശി വിഷ്ണുവാണ് സ്പെഷ്യൽ ടീമിന്റെ പിടിയിലായത്. വെഞ്ഞാറമൂട് സ്റ്റേഷൻ പരിധിയിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട് നഗ്നചിത്രം കൈമാറി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് പിടിയിലായത്. തൃശൂർ മച്ചാട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. മലാക്കയിലെ വീട്ടുമുറ്റത്തെത്തിയ കാട്ടാന സമീപത്തെ പന കുത്തിമറിച്ചിട്ടു. പടക്കം പൊട്ടിച്ചതിനെ തുടർന്നാണ് ആന കാടുകയറിയത്. ആതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ ഷോളയാർ പെൻസ്റ്റോക്ക് പൈപ്പിന് സമീപം കാട്ടാന ലോറി ആക്രമിച്ചു. മലക്കപ്പാറയിൽ നിന്ന് എറണാകുളത്തേക്ക് പോയ ലോറിയാണ് ആക്രമിച്ചത്. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കൊല്ലം ശൂരനാട് കോമളവല്ലീശ്വരം ദേവി ക്ഷേത്രത്തിൽ ഓണക്കാല പൂവിപണി ലക്ഷ്യമിട്ട് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. വിപണി ലക്ഷ്യമിട്ട് പൂക്കൃഷി നടത്തുന്നത് ആദ്യമായിട്ടാണെന്ന് ഭാരവാഹികൾ. തൈനടിയിൽ ദേവസ്വം ബോർഡ് സബ് ഗ്രൂപ്പ് ഓഫീസർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട റാന്നിയിൽ റോഡിനു നടുവിൽ നിർത്തി ആളെ കയറ്റിയ സ്വകാര്യ ബസിന്റെ പിന്നിലിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. നാറാണം മൂഴി സ്വദേശി അലനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന യുവാവിന് പരിക്കേറ്റു. മലപ്പുറം അരീക്കോട്ട് MSF KSU പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായത് രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിനിടെ മുസ്ലിം ലീഗ് പതാക ഉയർത്തിയതിനെ തുടർന്ന്. KSU ജില്ലാ സെക്രട്ടറിയുടെ പരാതിയിൽ MSF പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് പോലീസ്.